ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം ഈ അലോക്കേഷ്യയാണ്. ഈ അലോക്കേഷ്യയോടുള്ള ഈ ഒരു ഭ്രാന്ത് തുടങ്ങിയിട്ട് എനിക്ക് കുറച്ചു കാലമായി. എവിടെ കണ്ടാലും ഞാൻ ഏന്തി വലിഞ്ഞു നോക്കും. ഏന്തി വലിഞ്ഞു നോക്കുന്നത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സിറ്റിയിൽ ആ സിഗ്നലിൽ അവിടെ തന്നെയായിട്ട് അലോക്കേഷ്യയിൽ ഒരു ബഡ് എനിക്ക് കൈ കിട്ടി. ആ വലുത് എനിക്ക് പറിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. സോ ഈ ബഡ് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നു. ആക്രാന്തം കുറച്ച് കൂടി പോയത് കൊണ്ടായിരിക്കണം ആക്സിഡന്റ് ഉണ്ടായത്. പക്ഷേ എന്റെ ചെടിക്കൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇത് എങ്ങനെയെങ്കിലും റൂമിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും നടണം എന്ന് ആലോചിച്ച് റൂമിൽ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ മണ്ണുമില്ല പോട്ടുമില്ല. ആ ഒരു സമയത്ത് ഈ മണി പ്ലാന്റിന്റെ ഇടയ്ക്കാണ് ഞാൻ കൊണ്ടുപോയി നട്ടത്. പിന്നീട് അങ്ങോട്ട് ഞാൻ അതിനധികം ശ്രദ്ധിക്കാനും അങ്ങ് പോയില്ല. അതുകൊണ്ട് തന്നെ ആ നശിച്ചു പോകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇലയെല്ലാം മഞ്ഞ കളറായി, പിന്നെ അത് ഇതായി പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളെ മറ്റന്നാളേക്ക് ആയിട്ട് അടുത്ത ബഡും കൂടെ പൊട്ടിച്ചുകൊണ്ട് വരാം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇതേ അതിനകത്തൊരു കൂമ്പിട്ടേക്കുന്നു. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം മറന്നു. കണ്ടോ, ഇതായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു അലോക്കേഷ്യയുടെ കോലം. പക്ഷേ ഇപ്പോഴത് ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നെങ്കിലും അതൊന്നും മര്യാദയ്ക്കൊന്ന് മാറ്റി പിടിച്ച് നടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ നശിച്ചു പോകും എന്ന് കരുതി ചുമ്മാ നട്ടുവെച്ച ചെടികളൊക്കെയാണ്. പക്ഷെ അതൊക്കെ അതിനകത്തുനിന്ന് പൊട്ടിമുളച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. മുംബൈയിൽ ഞാൻ വന്ന സമയത്ത് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞ മണി പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അന്നേരം എനിക്ക് വലിയ ചെടിപ്രാന്ത് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അതിനെ ടേക്ക് കെയർ ചെയ്യാനൊന്നും പോയിട്ടുണ്ടായില്ല. പക്ഷെ അതൊക്കെ മണ്ണിലേക്ക് മാറ്റി നട്ടപ്പോൾ എല്ലാം സെറ്റായി വീണ്ടും അത് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എനിക്ക്. ഇനി ഈ കൂട്ടത്തിൽ ഞാൻ നട്ടതിൽ ആകെ ഇനി ഒരു പ്ലാന്റ് മാത്രമാണ് ഒന്ന് സെറ്റായിട്ട് വളരാനായിട്ടുള്ളത്. അത് ഈ കാണുന്നതാണ്. ഇത് കാട്ടിലുണ്ടാവുന്ന മണി പ്ലാന്റ് ആണ്. എന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി, പക്ഷെ ഇതുവരെ യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ചത് സ്നേക്ക് പ്ലാന്റ് ആണ്. നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചത് പിടിച്ചു കയറി വരുന്നുണ്ട്.